എൻ്റെ ദൈവം മഹത്വത്തിലാദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലും. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടകൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. എൻ്റെ നിത്യസ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ, ഇപ്പോഴവർ ദൈവമുൻപിൽ സേവയാ എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ ഇടവരും. ക്രൈസ്തവ പദവിയും സ്വഭാവത്തെയും കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ ദൈവമകനായി മാറുകയാണ്. വലിയൊരു പദവിയാണ് ദൈവമകൻ എന്നുള്ള പദവി. കൈവച്ചാൽ രോഗി സൗഖ്യമാവും, വലിയ വലിയ കാര്യങ്ങളാണ്. അധികാരമുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം. അപ്പോൾ വലിയൊരു പദവിയാണ്, ക്രൈസ്തവ പദവിയാണ്. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് വലിയൊരു പദവിയാണ്, ദൈവത്തിൻ്റെ മക്കളായിട്ട് അങ്ങ് മാറുകയാണ്. പക്ഷെ അപ്പോൾ തന്നെ സ്വഭാവം മാറ്റം വരണം. ദൈവിക സ്വഭാവം കൂടെ നമ്മളിൽ വരുമ്പോഴാണ് പൂർണ്ണമായിട്ട് ഒരു മാറ്റം നമ്മളിൽ വരുന്നത്. തൻ്റെ ഇവിടെ 3-ാം വാക്യത്തിൽ പറയാം, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ. നമ്മെ ദൈവം വിളിച്ചതാണ്, വേർതിരിച്ചതാണ്. പത്രോസ് തന്നെ എഴുതുമ്പോൾ അതിൻ്റെ 1 പത്രോസിൽ പറയുന്നുണ്ട്, 2:9 പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ. അപ്പോൾ എവിടുന്നാണ് വിളിച്ചത്? അന്ധകാരത്തിൽ നിന്നാണ്, പിശാചിൻ്റെ പിടിയിൽ നിന്നാണ്, പാപത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ പദവിയിലേക്ക് വന്നത്, ദൈവ മക്കളെന്നുള്ള പദവി. ഇവിടെ പറയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ആരാണ് വിളിച്ചത്? യേശു ക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ, ദൈവത്തിൻ്റെ സൽഗുണങ്ങൾ അത് ഘോഷിക്കാൻ
തക്കവണ്ണം നമ്മെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാവും. തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ചെറിയൊരു ദൗത്യത്തോടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പം അതിൻ്റെ മാനുവലിൽ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തന രീതികൾ വിവരിക്കുന്നുണ്ട്. ഫ്രിഡ്ജ് എന്തിനു വേണ്ടിയാണ്? അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചാൽ അത് തണുപ്പിക്കത്തക്കവണ്ണം എന്ന് പറയുന്നത് പോലെ അന്ധകാരത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഒരത്ഭുത പ്രകാശത്തിലേക്കാണ്. അത് മാത്രമല്ല, സൽഗുണങ്ങളെ പ്രഘോഷിപ്പിക്കുന്നവരായി സൽസ്വഭാവികളായി മാറുവാനാണ് ആ പദവി എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പദവികൾ ഇഷ്ടമാണ്. ദൈവമക്കൾ എന്നുള്ള പദവി, അഭിമാനം, ക്രൈസ്തവ പദവി, ഞാൻ ക്രിസ്തുവില ജീവിക്കുന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഒരു സൈഡ് ക്രൈസ്തവൻ്റെ സ്വഭാവം, ക്രിസ്തുവിലുള്ള സ്വഭാവം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ, അങ്ങനെ വചനം പറയുന്നു ഫിലിപ്പിയർക്ക് 7, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആ ഭാവം? ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ യേശു ക്രിസ്തു അനുസരണവാനായി. ഒരു താഴ്മ മനോഭാവത്തെക്കുറിച്ച്, സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണ് പറയുന്നത്, ക്രിസ്തുവിൽ വിളങ്ങിയ. അപ്പം നമ്മൾ ക്രൈസ്തവനാണെന്ന പദവിയിൽ നിൽക്കുമ്പം തന്നെ നമ്മൾ ആ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. സൽഗുണം ഉള്ളവരായി, അത് പ്രഘോഷിക്കുന്നവരായി മാറണം. ഗുണമില്ലാത്തവരായി മാറരുത്. സൽഗുണം പ്രഘോഷിക്കുന്നവരായി, നമ്മൾ ആ സൽഗുണത്തിൽ ജീവിക്കുന്നവരായി തീരണം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? തൻ്റെ മഹത്വത്താലാണ്. നമ്മുടെ കഴിവുകൊണ്ട് നടക്കുന്നതല്ല, ദൈവത്തിൻ്റെ മഹത്വത്താലാണ്. മഹത്വം എന്ന് പറയുന്നത് ഗ്ലോറിയാണ്, ദൈവത്തിൻ്റെ ഗ്ലോറിയാണ്. അപ്പം ദൈവത്തിൻ്റെ ഗ്ലോറി ഉണ്ടാണ്, ദൈവത്തിൻ്റെ മഹത്വത്താലാണ്. 2, വീര്യം, അത് പവർ, ശക്തിയെ കാണിക്കുന്നതാണ്. പവർ, ദൈവത്തിൻ്റെ ഗ്ലോറിയും പവറും എന്ന് പറഞ്ഞാൽ തൻ്റെ മഹത്വവും വീര്യത്താലും ആണ് നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ. എന്നിട്ട് പറഞ്ഞാൽ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി എന്താ? ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തു. ഇതൊന്നും നമ്മുടെ കഴിവല്ല, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതുള്ളതെല്ലാം ദാനം ചെയ്ത് നാളെ കൊണ്ട് ലെവലേശം ഭാരപ്പെടണ്ടെന്ന് പറയും ദൈവം. ഇത് ദാനം ആകയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അതുകൂടാതെ അതേ തുടർന്ന് കുറേ വാഗ്ദത്തങ്ങളുടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെ നൽകിയിരിക്കുക നമ്മൾ എന്തോ ചെയ്യണം? ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ഇടവരികയാണ്. നമ്മുടെ കഴിവല്ലോ ഇതൊന്നും. നമ്മൾ ലോകത്തിൻ്റെ നാശത്തിൽ നിന്ന് വിട്ടൊഴിയുകയാണ്. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മഹത്വത്താലും വീര്യത്താലും ദൈവത്തിൻ്റെ ഗ്ലോറിയാലും ശക്തിയാലും നമ്മെ വിളിച്ചിരിക്കുന്നവൻ്റെ പരിജ്ഞാനം വന്നിട്ട് ആ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ നമുക്ക് ദാനമായി ലഭിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ആ വിലയേറിയ വാഗ്ദത്തം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്താൽ നമ്മൾ എന്ത് ചെയ്യാണ്? ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി വരിക. ഇനി തുടർന്ന് പറയുന്നുണ്ട്, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ദൈവഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളാൻ. യെസ്, രത്ന ചുരുക്കം പറഞ്ഞ ക്രൈസ്തവനാണ് ഞാനും നിങ്ങളും. അത് വലിയൊരു പദവിയാണ്. അപ്പോൾ തന്നെ അതൊരു സ്വഭാവം കൂടെ ചേർന്ന് വരുന്നതാണ്, ദൈവത്തിൻ്റെ സ്വഭാവം കൂടെ ചേർന്ന് വരും. നമുക്ക് തന്നെ ദൈവകരങ്ങൾ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം.
പിതാവെ പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്ന ക്രൈസ്തവ പദവിക്കായി സ്തോത്രം. അപ്പോൾ തന്നെ ക്രൈസ്തവ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവേശുള്ള ഭാവം ഞങ്ങളിന്ന് പുറത്തു വരാൻ ദിവസങ്ങളിൽ കർത്താവെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ, അവൻ്റെ ദിവ്യശക്തിക്ക്, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്ത് തന്നതിനായും സ്തോത്രം ചെയ്യും. അതുകൊണ്ട് അതിമഹത്തായ വിലയേറിയ വാഗ്ദത്തങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുക സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മോഹത്താരുടെ നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി എന്നും തീരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കുന്നതിനായി സ്തോത്രം. അതിന് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഹോദര പ്രീതിയിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പുനഃനാമത്തിൽ പിതാവേ, ആമേൻ. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു.